കെഎസ്ആർടിസിയിൽ ജോലിയിലിരിക്കെ മരണപ്പെട്ട ജീവനക്കാരുടെ കുടുംബങ്ങൾ പുതിയ സർക്കാരിന്റെ കാലത്തെങ്കിലും ആശ്രിത നിയമനം ലഭിക്കുമെന്ന ഏറെ പ്രതീക്ഷയിലാണ്. 10 വർഷക്കാലമായി നീളുന്ന ആശ്രിത നിയമനത്തിനായുള്ള കാത്തിരിപ്പിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ആശ്രിത കൂട്ടായ്മ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന് സങ്കട ഹർജി സമർപ്പിച്ചു. കെഎസ്ആർടിസിക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനിടെ ജീവൻ പൊലിഞ്ഞവർ അനേകമാണ്. കുടുംബത്തിന്റെ അത്താണിയായിരുന്നവർ മരിക്കുമ്പോൾ ആശ്വാസമാകുന്നത് ആശ്രിത നിയമനമാണ്. എന്നാൽ വർഷങ്ങളായി ജോലിയിലിരിക്കെ മരിച്ച ജീവനക്കാരുടെ ആശ്രിതർക്കുള്ള സ്ഥിര നിയമനം നടക്കാത്തതിൽ കടുത്ത പ്രതിഷേധവും വേദനയുമാണ് കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നത്. 2016 മുതൽ 2026 വരെ കെഎസ്ആർടിസിയിൽ ജോലിയിലിരിക്കെ 439ഓളം ജീവനക്കാരാണ് മരണപ്പെട്ടതെന്ന് ആശ്രിത കൂട്ടായ്മ ചൂണ്ടിക്കാട്ടി. എന്നാൽ അവരുടെ കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ട ആശ്രിത നിയമനം ഇന്നും പലർക്കും സ്വപ്നമായി തന്നെ തുടരുന്നു. കെഎസ്ആർടിസിയിലെ ആശ്രിത നിയമനം നിലച്ചിട്ട് 10 വർഷങ്ങളോളം കഴിഞ്ഞു. 2016 മുതൽ 2025 വരെയായിട്ടും ഒരു ആശ്രിതരെ പോലും ഇന്നുവരെ സ്ഥിര നിയമനമോ ഇതുവരെയായിട്ടുള്ള അതിൻ്റെ പ്രോസസ്സോ നടന്നിട്ടില്ല. കെഎസ്ആർടിസിയിൽ നിലവിൽ ആശ്രിത നിയമനം കാത്തിരിക്കുന്നവർ 439ഓളം കുടുംബങ്ങളാണ് ആശ്രിത നിയമനം കാത്തിരിക്കുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഞങ്ങൾ ഓരോ തവണയും ഓഫീസിലും അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും എല്ലാം ഞങ്ങൾ അവതരിപ്പിച്ചെങ്കിലും ഇതുവരെയായിട്ടും ഞങ്ങൾക്കൊരു ശുഭപ്രതീക്ഷ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഏക പ്രതീക്ഷ പുതിയ സർക്കാരിലും മുഖ്യമന്ത്രിയും CP ജോൺ സാറ് ഞങ്ങളൊരു ജീവിതത്തിൽ തിരിച്ചു കയറ്റുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ടും സ്ഥിര ജോലി ലഭിക്കാതെ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യേണ്ട അവസ്ഥയാണെന്നും ആശ്രിത കൂട്ടായ്മ ആരോപിക്കുന്നു. പുതിയ സർക്കാരിൽ ഇവർക്കുള്ളത് വലിയ പ്രതീക്ഷയാണ്. ജീവിതം മുഴുവൻ കെഎസ്ആർടിസിക്ക് വേണ്ടി സേവനം ചെയ്ത ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.